പ്രകാശ് ജാവ്ദേക്കറും ഇ.പി. ജയരാജനും തമ്മിലെ ചർച്ചയെക്കുറിച്ച് തനിക്കറിയില്ലായിരുന്നുവെന്ന് ബി.ജെ.പി. നേതാവ് ശോഭാ സുരേന്ദ്രൻ. എന്നാൽ 3 വട്ടം ഇ.പിയുമായി താൻ ചർച്ച നടത്തിയിട്ടുണ്ട് എന്നും ശോഭാ സുരേന്ദ്രൻ പറയുന്നു. ജയരാജന്റെ ആവശ്യപ്രകാരം നന്ദകുമാർ എന്നെ തേടി വരികയായിരുന്നു. ഇ.പിയോട് സംസാരിച്ചാണ് പത്രസമ്മേളനം നടന്നതെന്ന് നന്ദകുമാർ തന്നെ പറഞ്ഞുവല്ലോ. ദല്ലാളിനെ ഇറക്കി എനിക്കെതിരെ ഇല്ലാത്ത ആരോപണം കെട്ടിച്ചമച്ച തിരഞ്ഞെടുപ്പിന്റെ മൂർധന്യത്തിൽ നശിപ്പിക്കാൻ ആരാണ് ശ്രമിച്ചത്? അതുകൊണ്ടാണ് ഇതെല്ലാം എനിക്ക് പുറത്തു പറയേണ്ടി വന്നത് എന്ന് ശോഭ പറയുന്നു. ഇ.പിയുമായി നടന്നെന്ന് പറയുന്ന ചർച്ചയുടെ വിശദാംശങ്ങളും ശോഭ പുറത്തു പറയുന്നുണ്ട്. 3 തവണ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതിന് വഴിയൊരുക്കാനായി നന്ദകുമാർ വടക്കാഞ്ചേരിയിലെ എൻ്റെ സഹോദരിയുടെ മകൻ്റെ വസതിയിലും തൃശ്ശൂരിലെ എൻ്റെ വാടക വീട്ടിലും 2 തവണ വീതം വന്നിട്ടുണ്ട്. അതിൽ 3 തവണയും ജയരാജനുമായി സംസാരിക്കുന്നത് സ്പീക്കറിലിട്ട് കേൾപ്പിച്ചു. അദ്ദേഹവുമായി നേരിട്ട് സംസാരിക്കണമെന്ന് ഞാൻ പറഞ്ഞു. 2023 ജനുവരിയിൽ നന്ദകുമാറിൻ്റെ വെണ്ണലയിലെ വീട്ടിൽ വച്ചായിരുന്നു ജയരാജനുമായുള്ള കൂടിക്കാഴ്ച. ജയരാജൻ തീരുമാനം എടുത്തു കഴിഞ്ഞെന്ന് ആ കൂടിക്കാഴ്ചയിൽ എനിക്ക് ബോധ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡൽഹിയിൽ പാർട്ടി കേന്ദ്ര നേതൃത്വവുമായി ഞാൻ ബന്ധപ്പെടുകയും ജയരാജനെ കാണാൻ അവർ തയ്യാറാവുകയും ചെയ്തു. ഡൽഹിയിലെ ഹോട്ടൽ ലളിതിൽ വെച്ച് ഞങ്ങൾ 3 പേരും കണ്ടു. ബി.ജെ.പിയിൽ ചേരുവാനുള്ള തൻ്റെ ഇടത്തോടെ തന്നെയാണ് അദ്ദേഹം വന്നത്. ഹോട്ടൽ മുറി വെച്ച് ഞങ്ങൾ ചായ കുടിച്ചു. 5-6 മിനിറ്റ് സംസാരിച്ചു കാണും. അപ്പോൾ ഒരു ഫോൺ വന്നു. അതോടെ അദ്ദേഹം ആകെ ടെൻഷനിലായി. മുഖഭാവവും ശരീരഭാഷയും മാറി. പിറ്റേന്ന് ബി.ജെ.പിയിൽ ചേരാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിരിക്കെ അദ്ദേഹം പെട്ടെന്ന് പിന്മാറി. ഈ ഫോൺ വിളി മുഖ്യമന്ത്രിയുടേതാകാമെന്നാണ് ശോഭാ സുരേന്ദ്രൻ സംശയം പ്രകടിപ്പിക്കുന്നത്. ആരാണ് വിളിച്ചതെന്ന് അറിയില്ല എന്നും പറയുന്നു. നമുക്കൊന്ന് നീട്ടിവെക്കേണ്ടി വരും എന്നാണ് ആ ഫോൺ വന്നതിന് ശേഷം എന്നോട് പറഞ്ഞത്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബി.ജെ.പി. നേതാവുമായുള്ള ജയരാജന്റെ കൂടിക്കാഴ്ചയാണ് തീരുമാനിച്ചിരുന്നത്. അദ്ദേഹത്തെ ആരാണ് വിളിച്ചതെന്ന് എനിക്കറിയില്ല. തന്നേക്കാൾ ജൂനിയറായ എം.വി. ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറിയായതിൻ്റെ അനിഷ്ടവും വേദനയുമാണ് ഇ.പി. പറഞ്ഞത്. പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പാടും ബുദ്ധിമുട്ടും കൂടുതൽ സഹിച്ചത് താനാണെന്നും പറഞ്ഞുവെന്നാണ് ശോഭയുടെ വാക്കുകൾ. അതിനുശേഷം ഒരിക്കൽ കൂടി താൻ ഇ.പിയെ കണ്ടെന്നും ശോഭ പറയുന്നു. നന്ദകുമാർ വീണ്ടും വിളിച്ചിട്ടാണ് ഞാൻ പോയത്. ഇനി ഇക്കാര്യത്തിൽ താല്പര്യമില്ല എന്ന് ഞാൻ തീർത്തു പറഞ്ഞിരുന്നു. എന്നാൽ അന്ന് സംഭവിച്ചത് ജയരാജന് വിശദീകരിക്കണമെന്നുണ്ട് എന്ന് നന്ദകുമാർ പറഞ്ഞു. എം.വി. ഗോവിന്ദന്റെ യാത്ര തൃശ്ശൂരിലെത്തിയ ദിവസമായിരുന്നു കൂടിക്കാഴ്ച. കണ്ടപ്പോൾ താൻ അനുഭവിക്കുന്ന മാനസിക സംഘർഷത്തെക്കുറിച്ച് ഇ.പി വിശദീകരിച്ചു. തനിക്കും കുടുംബത്തിനും ഭീഷണിയുണ്ടെന്നും തൽക്കാലം മാറ്റിവെക്കേണ്ടി വരുമെന്നും പറഞ്ഞു. പിന്നീട് വിവരം അറിയിക്കാമെന്നും പറഞ്ഞു. പിന്നീട് ഒരിക്കൽ ഞാൻ കൊച്ചിയിലുള്ളപ്പോൾ ഒരു ഫോൺ വന്നു. ഒരു ഹോട്ടൽ പറഞ്ഞിട്ട് അവിടെ എത്താൻ ജയരാജൻ നിർദ്ദേശമുണ്ട് എന്ന് വിളിച്ചയാൾ പറഞ്ഞു. അവിടെ വച്ചാണ് ജയരാജന്റെ മകനെ കാണുന്നത്. അല്ലാതെ ജയരാജൻ പറഞ്ഞതുപോലെ യാദൃച്ഛികമായി കണ്ട നമ്പർ വാങ്ങിയതൊന്നുമല്ല എന്നും ശോഭ പറയുന്നു. ജാവേദ്കർ ബി.ജെ.പിയുടെ കേരളത്തിന്റെ ചുമതലയിലേക്ക് വരുന്നതിന് മുൻപാണ് ഞാനും ജയരാജനുമായി ചർച്ച നടന്നതെന്നും ശോഭ പറയുന്നുണ്ട്.